ചൈനയുമായി പൂർണ്ണ തോതിലുള്ള യുദ്ധമുണ്ടായാൽ അത് അമേരിക്കൻ ഐക്യനാടുകൾക്ക് വിനാശകരമാകും എന്ന ഒരു മുന്നറിയിപ്പ് നൽകുന്ന സൈനിക രേഖകൾ ചോർന്നു. പസഫിക് മേഖലയിലെ ശക്തി സന്തുലനം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഏതൊരു ഏറ്റുമുട്ടലും അമേരിക്കയുടെ നിലവിലെ സൈനിക ശേഷിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കുമെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ആയുധങ്ങൾ വളരെ ദുർബലമാണ്. ചൈനയുടെ മുന്നേറ്റം തന്നെയാണ് ഒരു ആയുധങ്ങളിൽ ചൈനയുടെ മുന്നേറ്റം തന്നെ ഉണ്ടായിരിക്കുകയാണ്. ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്ത ക്ലാസിഫൈഡ് രേഖകൾ സൈന്യത്തിന്റെ ആശങ്കകൾ തുറന്നു കാട്ടുന്നു. അമേരിക്ക നിലവിൽ ആശ്രയിക്കുന്ന വിലയേറിയ സൈനിക സംവിധാനങ്ങൾ ചൈനയുടെ ആക്രമണങ്ങളിൽ പെട്ടെന്ന് തകരാറിലാകാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്നു. ചൈനയാകട്ടെ വിമാനവേദ സംവിധാനങ്ങൾ, യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമിടുന്ന ആയുധങ്ങൾ, കൂടാതെ ഉപഗ്രഹങ്ങളെ വരെ തകർക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യകൾ എന്നിവ കുറഞ്ഞ ചെലവിൽ വലിയ തോതിൽ നിർമ്മിക്കുകയാണ്. ന്റെ പ്രതിരോധ വിതരണ ശൃംഖലകളിലെ ഗുരുതരമായ പാളിച്ചകളും രേഖ എടുത്തു പറയുന്നു. അമേരിക്കയുടെ പരമ്പരാഗതമായ സൈനികാധിപത്യം ഗണ്യമായി കുറഞ്ഞതിൽ ഒരു മുൻ ബൈഡൻ ഭരണകൂട ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ രോഷാകുലനായിരുന്നു എന്നും റിപ്പോർട്ടിലുണ്ട്. ചൈന ഇന്ന് അമേരിക്കയുടെ ഓരോ സൈനിക തന്ത്രങ്ങൾക്കും ബദലുകൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് ഒരു പ്രധാന ലോകശക്തിക്കെതിരെ യുദ്ധം ജയിക്കാനുള്ള ന്റെ കഴിവിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. തായ്വാനിലെ ചൈനയുടെ കടുത്ത മുന്നറിയിപ്പും ഇതിന്റെ പിന്നിലുണ്ട്. ഈ രഹസ്യങ്ങൾ ചോരുന്നതിനിടെ തായ്വാൻ വിഷയത്തിൽ വിദേശ ഇടപെടലുകൾ അനുവദിക്കില്ല എന്ന് ചൈന ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. തായ്വാന് സമീപം മിസൈൽ സംവിധാനങ്ങൾ സ്ഥാപിച്ചതിന് ജപ്പാനെ ബീജിംഗ് പരസ്യമായി വിമർശിച്ചു. ചൈനയുടെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ തങ്ങൾക്ക് ദൃഢമായ നിശ്ചയമുണ്ടെന്നും ചൈന വ്യക്തമാക്കി. തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്ന ബീജിംഗിന്റെ അവകാശവാദം തായ്വാൻ തള്ളിക്കളയുകയാണ്. ഈ സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്ക തായ്വാന് ആയുധങ്ങൾ നൽകുന്നത് തുടരുകയുമാണ്. ചോർന്നു കിട്ടിയ വിവരങ്ങളും ചൈനയുടെ കടുത്ത നിലപാടുകളും ചേർന്ന് വാഷിംഗ്ടണിന് ഒരു വ്യക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. ചൈനയുമായി ഒരു ഏറ്റുമുട്ടലിന് ശ്രമിക്കാതിരിക്കുക. കാരണം അതിന്റെ അനന്തരഫലങ്ങൾ രാജ്യത്തിന് തന്നെ ദുരന്തകരമായിരിക്കും എന്നുള്ളത് ന്യൂസ് ഡെസ്ക്.